നമ്മളെവിടെ പോവാ? അമ്മമ്മ വീട്ടിൽ. അതെ, അവൻ്റെ അമ്മമ്മ വീട്, അതായത് എൻ്റെ വീട്ടിലേക്ക് നമ്മളിന്ന് പോവുകയാണ്. അവിടെയായിരുന്നു നമ്മൾ 6 മാസത്തോളം. അവിടുന്ന് വീട് പണിയൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. 2 മാസത്തോളമായി നമ്മൾ തിരിച്ച് നമ്മുടെ സ്വന്തം വാടക വീട്ടിലേക്ക് വന്നിട്ട്. ഇതിനിടയ്ക്ക് ഞാൻ കൂടുതൽ സമയവും ഹോസ്പിറ്റലിലായിരുന്നുകൊണ്ട് തന്നെ അമ്മയൊക്കെ ഇങ്ങോട്ട് വരുമായിരുന്നു. അങ്ങോട്ട് നമ്മൾ പോകുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഓരോ ഞായറാഴ്ച വരെ പരിപാടിയൊക്കെ വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് അവിടെ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ കടയിൽ കയറി കഴിച്ചിട്ടങ്ങ് പോകാം എന്നുള്ള പ്ലാനിങ്ങിൽ കട തപ്പി ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ മുണ്ടക്കയത്ത് RD സിനിമാസിൻ്റെ അവിടെ ഒരു ഹോട്ടൽ നല്ല ഫുഡ് കിട്ടുന്നത്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ ഇതാ കാന്താര 2 കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് അവിടെ കാണുന്നത്. തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര ആളായിരുന്നു. പിന്നെ നമ്മൾ അവിടെ വണ്ടി ഇടാനൊക്കെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഫുഡൊക്കെ നല്ലതാണ്. ഇത് ഹൈവേ തന്നെ ഉള്ളതാണ്. കൊല്ലം തേനി ദേശീയപാതയിൽ തന്നെ നിൽക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഫുഡൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇന്ന് അത്യാവശ്യം ഒരു ട്രാവലർ നിറച്ച ആളും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫുഡൊക്കെ വരാൻ കുറേ ലേറ്റായി. പിള്ളേരൊക്കെ അലമ്പി. എന്നാൽ ചായ ഫസ്റ്റ് വന്നു. പിന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള അപ്പവും ബീഫ് റോസ്റ്റും വന്നത്. അപ്പോൾ നല്ല വിശപ്പായിരുന്നുകൊണ്ട് തന്നെ അത് കഴിച്ചു. മോൾക്ക് പിന്നെ നമ്മൾ അപ്പം ശകലം കൊടുക്കുന്നേ ഉള്ളൂ. ബീഫ് അങ്ങനത്തെ ഒന്നും കൊടുക്കാറായിട്ടില്ലല്ലോ. പിന്നെ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ടാമത് പിന്നെയും പറഞ്ഞപ്പോഴത്തേനും ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഇറങ്ങി അങ്ങ് പോന്നു. പിന്നെ ഇതേ പുറത്തായി ഇങ്ങനെ കുറേ ബേർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അവിടെ കാണാൻ വേണ്ടി. അവിടെ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് കാഴ്ചയൊക്കെ ഉണ്ട്. കാരണം ബില്ലിങ്ങൊക്കെ താമസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ വന്നു, നമ്മുടെ യൂണിഫോം എടുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അപ്പോഴത്തേനും ഭയങ്കര മഴ. നമ്മൾ ജസ്റ്റ് ചായ കുടിച്ചതേ ഉള്ളൂ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് സ്പെഷ്യലൊക്കെ വാങ്ങി വന്ന് പിന്നെ അമ്മ കറിയൊക്കെ ആക്കി നമ്മൾ ചോറും ഒക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു 5:30 ആയപ്പോൾ തിരിച്ച് പോകുന്നു. മഴയൊന്ന് മാറിയ സമയത്ത്. കാരണം മോനെ അംഗൻവാടിയിലൊക്കെ ആക്കണം. ചേട്ടൻ്റെ പണിക്ക് പോകണതുകൊണ്ട് നമ്മൾ പോന്നു. വന്ന വഴി മോന് ചെരുപ്പും ഒക്കെ വാങ്ങി, കുറച്ച് പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങണമായിരുന്നു. അപ്പോൾ അതുമൊക്കെ വാങ്ങി. മഴ പെയ്തത് കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരുപാട് നേരം ഞാനിങ്ങനെ തണുപ്പടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കി. മഞ്ഞൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ വീട് എടുക്കാറായ സമയത്തുള്ള കാഴ്ചയാണ് ഇതൊക്കെ. അപ്പോൾ വീഡിയോ എടുത്തിട്ട് വീട്ടിൽ